കേരളത്തിലെ 14 ജില്ലകളിലും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഹ്വാനം അനുസരിച്ച് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഭരണസിര കേന്ദ്രങ്ങളിലേക്ക് ഇന്ന് മാർച്ച് നടത്തുകയാണ്. മാർച്ചിന്റെ പ്രധാന മുദ്രാവാക്യം അഴിമതിയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും മാർഗദർശിത്വം നൽകി മുന്നോട്ട് പോകുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ രാജിവെക്കണം എന്നുള്ളതാണ്. ക്ലിഫ് ഹൗസിന്റെ അടുക്കള മുതൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്ഥിതി ചെയ്യുന്ന സെക്രട്ടേറിയറ്റ് വരെ അഴിമതിയുടെ നീറാളിപ്പിടുത്തത്തിലൂടെ കടന്നുപോകുന്ന കേരളം കണ്ട ലജ്ജാകരമായ സാഹചര്യത്തിന് ഇന്ന് കേരളം വിധേയമായി കൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തെ കയ്യും കെട്ടി നോക്കി നിൽക്കാൻ സാധ്യമല്ലാത്ത വിധം കേരളത്തിന്റെ ഭരണരംഗം ദുഷിച്ച് ചീഞ്ഞു നാറുമ്പോ ഈ ഭരണകൂടത്തെ മുഖ്യമന്ത്രി രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടും ജനങ്ങളുടെ കനത്തതായ പ്രതിഷേധം അറിയിക്കാനുമാണ് ഈ മാർച്ച് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് കേരളത്തിലുടനീളം 10,000-കണക്കിന് പ്രവർത്തകന്മാരുടെ അകമ്പടിയോടുകൂടി ഇന്ന് സംഘടിപ്പിച്ചിരിക്കുന്നു. പിണറായി വിജയൻ കേരളത്തിന് നൽകിയ സംഭാവന എന്താണ് എന്ന് ചോദിച്ചാൽ ഏറ്റവും പ്രധാനമായി 2 സംഭാവനകളാണ്. ഒന്ന്, കേരളത്തെ ഒരു നാർക്കോട്ടിക് ഹബ്ബാക്കി മാറ്റിയ ചരിത്രത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയുടെ പേരാണ് ശ്രീ പിണറായി വിജയൻ. കേരളത്തെ രാസലഹരിയുടെ കേന്ദ്രമാക്കി മാറ്റിയ മുഖ്യമന്ത്രിയുടെ പേരേത് എന്ന് കേരളത്തിലെ കൊച്ചുകുട്ടികളോട് ചോദിച്ചാൽ ആ കുട്ടികൾ പോലും പറയുന്ന മറുപടി കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നുള്ളതാണ്. രണ്ടാമത്തെ ഏറ്റവും വലിയ സേവനം ശ്രീ പിണറായി വിജയൻ കേരളത്തിന് നൽകിയത് കേരളത്തിലെ ചെറുപ്പക്കാർക്ക് ഒരാൾക്ക് പോലും ഒരു ജോലിയുടെ സൗകര്യം പോലും ചെയ്യാതെ ഇന്ത്യ രാജ്യത്തെ ഏറ്റവും കൂടുതൽ മൈഗ്രേഷൻ നടക്കുന്നതായ സ്റ്റേറ്റായി നമ്മുടെ കേരളത്തെ മാറ്റാൻ നേതൃത്വം കൊടുത്ത മുഖ്യമന്ത്രിയാണ് ശ്രീ പിണറായി വിജയൻ. ഓരോ മേഖലകൾ നിങ്ങൾ പരിശോധിക്കണം, ഓരോ ഇടങ്ങൾ പരിശോധിക്കണം. കഴിഞ്ഞ ദിവസം താമരശ്ശേരിയിൽ സ്വന്തം ഉമ്മയെ മകൻ വെട്ടിക്കൊല്ലുക. ആ മകനെ നാട്ടുകാർ പിടിച്ച് പോലീസിനെ ഏൽപ്പിച്ചപ്പോ പോലീസ് ആ മകനോട് ചോദിച്ചു, എന്തേ നീ സ്വന്തം പെറ്റുമ്മയെ കൊല്ലാനുള്ള കാരണമെന്ന് ചോദിച്ചപ്പോ ആ ചെറുപ്പക്കാരൻ പറയുന്ന മറുപടി, എനിക്ക് ജന്മം നൽകിയതിന്റെ പാരിതോഷികമാണ് ഞാൻ നൽകിയത്. കൊടുവാളുകൊണ്ട് സ്വന്തം അമ്മയെ കൊല്ലാൻ അതൊരു സംഭവമല്ല. കേരളത്തിന്റെ സമഗ്ര മേഖലകളിൽ എല്ലായിടത്തും ഒരു ദിവസം കഴിഞ്ഞ മാസം കഴിഞ്ഞു കേരളത്തിന്റെ മുഖ്യമന്ത്രി കോഴിക്കോട് വന്നു. അധ്യാപക സംഘടനയുടെ യോഗത്തിൽ അദ്ദേഹം പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ മുഖ്യമന്ത്രി അവിടെ വെച്ചുകൊണ്ട് പറയാണ്, ലഹരി കേരളത്തിൽ ഒരു യാഥാർത്ഥ്യമാണ്. ഞാൻ ചോദിക്കുന്നു, ഒരു മുഖ്യമന്ത്രി ലഹരി കേരളത്തിൽ ഒരു യാഥാർത്ഥ്യമാണെന്ന് ഉമ്മൻചാണ്ടിക്ക് പറയേണ്ടി വന്നിട്ടുണ്ടോ? നായനാർക്ക് പറയേണ്ടി വന്നിട്ടുണ്ടോ? അച്യുതാനന്ദന് പറയേണ്ടി വന്നിട്ടുണ്ടോ? ആന്റണിക്കും കരുണാകരനും വന്നിട്ടുണ്ടോ? എന്തേ ശ്രീ പിണറായി വിജയന് ലഹരി ഒരു യാഥാർത്ഥ്യമാണെന്ന് പറയേണ്ടി വന്നതായ സാഹചര്യം നിങ്ങൾ വഴങ്ങിക്കൊടുത്തു. നിങ്ങൾക്ക് എല്ലാ ഇൻഫർമേഷനും ഉണ്ടായിരുന്നു. പക്ഷെ കേരളത്തിലെ ചെറുപ്പത്തെ ലഹരിയുടെ നീരാളിപ്പിടുത്തത്തിലേക്ക് കൊണ്ടുപോകുമ്പോ ഒന്നും മിണ്ടാതെ അനങ്ങാപ്പാറും നയം സ്വീകരിച്ച ഒരു സർക്കാർ, അതിന് കേരളം കൊടുക്കേണ്ടി വരുന്ന വില എത്രത്തോളം ഗൗരവതരമാണ് എന്നുള്ളത് ചൂണ്ടിക്കാണിക്കേണ്ടതുണ്ട്. ഇന്ന് എവിടെ എത്തി കേരളം? കേരളത്തിന്റെ അസംബ്ലിയിൽ 3 അടി സജീവ് ജോസഫ് ഇവിടെ ഉണ്ടല്ലോ. 3 അടിയന്തര പ്രമേയങ്ങളാണ് കേരളത്തിന്റെ അസംബ്ലിയിൽ പ്രതിപക്ഷം കൊണ്ടുവന്നത്. ഈ വിഷയം സർക്കാരിന്റെ ശ്രദ്ധയിൽ വന്നത് UDFന്റെ അടിയന്തര പ്രമേയം അസംബ്ലിയിൽ വന്നപ്പോഴാണ്. അതിനുശേഷവും നിങ്ങൾ നടപടി സ്വീകരിച്ചില്ല. നിങ്ങൾ എല്ലാ സന്ദർഭത്തിലും അഴിമതിക്കാർക്കും ലഹരിക്കാർക്കും മദ്യം വിതരണം ചെയ്യുന്ന ഏജൻസികൾക്കും ബാർ മുതലാളിമാർക്കും വേണ്ടി ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു സർക്കാരായി കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ മാറി. നേരത്തെ മാറ്റി സൂചിപ്പിച്ചല്ലോ, കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ കുടുംബം മുതൽ ഓഫീസ് വരെ നിങ്ങൾ പരിശോധിച്ചോ? ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മകൾ SFIO
സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി. അത് കേസ് ഫയൽ ചെയ്ത് ചാർജ് ഫയൽ ചെയ്ത് കോടതിയുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഞാൻ ചോദിക്കുന്നു, കേരളത്തിന്റെ ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രിമാരുടെ മക്കൾക്ക് ഇതുപോലെയുള്ളതായ ദുരന്തം നേരിടേണ്ടി വന്നിട്ടുണ്ടോ? ഞങ്ങൾ ചോദിക്കുന്നു, എങ്ങനെ സംഭവിക്കുന്നു? 2.7 കോടി രൂപ കരിമണൽ കർത്തയുടെ കയ്യിൽ നിന്ന് സേവനം നൽകാതെ മുഖ്യമന്ത്രിയുടെ മകൾ നേരിട്ട് വാങ്ങുമ്പോ ഞങ്ങൾ ചോദിക്കുന്നു, വീണ തൈക്കണ്ടി എന്ന് പറയുന്ന ഒരു യുവതിക്ക് ഒന്നും കാണാതെ ഇവരാരെങ്കിലും പണം കൊടുക്കുമോ? മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ടാണ്. കേരളം മുഴുവൻ ഈ അഴിമതിയാണ്. 99 ദിവസമാണ് ശിവശങ്കരൻ, കേരളത്തിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി, മുഖ്യമന്ത്രിയുടെ മുഖ്യ കാര്യങ്ങൾ മുഴുവൻ കൈകാര്യം ചെയ്യുന്ന പ്രധാനപ്പെട്ട ഓഫീസർ, 97 ദിവസം കേരളത്തിൽ ജയിലിൽ കടന്നു. ഞങ്ങൾ ചോദിക്കുന്നു, കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുപോലെ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? നിങ്ങൾ പറയണം. അത് കഴിഞ്ഞ് ഇപ്പോ കിഫ്ബിയുടെ ചുമതലക്കാരൻ, അദ്ദേഹത്തിന്റെ പേരിലും പ്രശ്നം. കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് മുതൽ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസ് വരെ അഴിമതിയുടെ നീരാളി പിടുത്തത്തിലേക്ക് കടന്നു പോവുകയാണ്. ആ സമയത്ത് ഇത് മുഴുവൻ മറച്ചു വെക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി 14 ജില്ലകളിലും ഓടി നടന്ന് തന്റെ ഗവൺമെന്റിന് 4ാം വാർഷികം നടത്തുക. ആ 4ാം വാർഷികത്തിന്റെ ഉദ്ഘാടന വേളയിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കാസർഗോഡ് വെച്ചുകൊണ്ട് പറയാണ്, കേരളത്തിലെ ജനങ്ങളെ ശപിച്ച സർക്കാരായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാർ. അങ്ങനെയാണ് ഞങ്ങൾ അധികാരത്തിൽ വന്നത്. ഇന്ന് ഈ ഗവൺമെന്റ് നവകേരളത്തെ വാർത്തെടുക്കുകയാണ്. ആരാ പറയുന്നത്? പിണറായി വിജയൻ. ഞങ്ങളൊരു കാര്യം പറയാ, നിങ്ങൾ വാർത്തെടുത്തത് നവകേരളമല്ല. നിങ്ങൾ വാർത്തെടുത്തത് ലഹരി മാഫിയ സംഘങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ലഹരിയുടെ നീരാളി പിടുത്തത്തിലേക്ക് കടന്നു പോകുന്ന നാർക്കോട്ടിക് കേരളത്തെയാണ് പിണറായി വിജയൻ വാർത്തെടുത്തത് എന്ന കാര്യത്തിൽ തർക്കം വേണ്ട. എവിടെ ആർക്ക് സാധാരണക്കാരായ ആളുകൾക്ക് ഉമ്മൻചാണ്ടിയുടെ ഭരണത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, കണ്ണൂർ എയർപോർട്ട് വല്ല വികസനവും നടന്നോ? വിഴിഞ്ഞം പദ്ധതി ആരാ കൊണ്ടുവന്നത്? ഉമ്മൻചാണ്ടി. കൊച്ചിൻ മെട്രോ ഉമ്മൻചാണ്ടി. ഓരോരോ പദ്ധതികൾ കേരളത്തിൽ കൊണ്ടുവന്ന വലുതും ചെറുതുമായിട്ടുള്ള നിരവധിയായ പദ്ധതികൾ. 12 പുതിയ മെഡിക്കൽ കോളേജുകൾ, 12 പുതിയ താലൂക്കുകൾ, കേരളത്തിലെ എല്ലാ നിയോജക മണ്ഡലത്തിലും ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾ, 36 പുതിയ വില്ലേജുകൾ, ശ്രുതിതരംഗം ഉൾപ്പെടെ, സാഫല്യം ഉൾപ്പെടെയുള്ള, വയോമിത്രം ഉൾപ്പെടെയുള്ള നിരവധിയായ പദ്ധതികൾ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ PSC നിയമനം അതുവരെയുള്ളതായിരിക്കുന്ന കാലഘട്ടത്തിൽ ഒത്തിരി കാര്യങ്ങൾ ആ വലിയ മനുഷ്യൻ സിവിൽ സർവീസ്, UN സിവിൽ സർവീസ് അവാർഡ് അടക്കം ഈ കേരളത്തിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെയൊക്കെ കൊണ്ടുവരാൻ നേതൃത്വം കൊടുത്തൊരു ഗവൺമെന്റ്. നിങ്ങൾ നേതൃത്വം കൊടുത്തതോ ഭൂനികുതി വർദ്ധിപ്പിച്ചു, കെട്ടിട നികുതി വർദ്ധിപ്പിച്ചു, നിങ്ങൾ ഇലക്ട്രിസിറ്റി ചാർജ് വർദ്ധിപ്പിച്ചു, നിങ്ങൾ സ്റ്റാമ്പ് ഡ്യൂട്ടി കൂട്ടി, വെള്ളക്കരം നിങ്ങൾ കൂട്ടി, സമാനമായ എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾ വില വർദ്ധിപ്പിച്ചു, ഫെയർ വാല്യൂ കൂട്ടി തുടങ്ങി ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത ഗുരുതരമായ സാഹചര്യത്തെ സൃഷ്ടിച്ചതായ ഈ സർക്കാരിനെ താഴെ ഇറക്കാൻ വേണ്ടിയുള്ള ഈ പോരാട്ടം വിജയിക്കുന്നത് വരെ ഈ പോരാട്ടത്തിൽ നിന്ന് കോൺഗ്രസ് പുറകോട്ട് പോകില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ചീഞ്ഞു നാറിയ ഈ ഭരണത്തെ താഴെ ഇറക്കാൻ കോൺഗ്രസ് നടത്തുന്ന ഈ പ്രക്ഷോഭത്തിന് ജനാധിപത്യ സമൂഹത്തിന്റെ എല്ലാ പിന്തുണയും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ഈ കലക്ടറേറ്റ് മാർച്ച് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. അഭിവാദനങ്ങൾ. ജയ് ഹിന്ദ്.